SKN40 നമ്മുടെ മോർണിംഗ് ഷോ തുടരുകയാണ്. നമ്മളിപ്പോ അടൂർ HRD കോളേജിൽ എത്തിയിട്ടുണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ വലിയ പ്രശസ്തമായ ഒരു കോളേജാണ്. ഇവിടെ 5 കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് വിദ്യാർത്ഥികളുടെ ഉണ്ട്. നമ്മൾ നടന്ന് കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട്. കുട്ടികളെ കാണുന്നുണ്ടല്ലോ. അവരൊക്കെ വളരെ ആവേശത്തില്ല. കാരണം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, TV പെട്ടിക്കകത്ത് മാത്രം പാടിയ പ്രജനെ നേരിട്ട് കാണാം. അതൊക്കെ ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിലേക്ക് വന്നപ്പോ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. പറഞ്ഞല്ലേ, യു ആർ എൻ എഞ്ചിനീയർ. ഞാനത് മറന്നിരിക്കുകയായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് അല്ലേ പഠിച്ചത്? അതുകൊണ്ടാണ് നാസയുടെ കാര്യങ്ങളൊക്കെ ഇത്ര കൂടുതൽ. ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമായി പോകും. ആർട്സ് ഒക്കെ പഠിച്ചിട്ട് മണ്ടത്തരമൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ആസ്ഥാന സയന്റിസ്റ്റാണ് നമ്മുടെ പ്രിജൻസി കണ്ണൻ. അനുജ നമ്മൾ ഈ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് ഇത്തരം യാത്രകൾ നടത്തുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ. അതാണ് നമ്മൾ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ എത്തുന്നതും. നമ്മുടെ പ്രിൻസിപ്പലെ ഒന്ന് കണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ നമ്മുടെ പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പൽ സാറിവിടെ വരിക. ഞങ്ങൾ ലൈവിലാണ്. സാറിൻ്റെ പേര്? സുരേഷ് കുമാർ. എത്ര കാലമായി സാർ ഇവിടെ ആയിട്ട്? ഞാനിവിടെ IHRDയിൽ ഇപ്പോൾ 28 കൊല്ലത്തോളമായി. അത്രയായി. സാറിൻ്റെ വീട് എവിടെയാണ്? ഇവിടെ അടൂർ തന്നെയാണ്. അടൂർ തന്നെ. എത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നു സാറേ? ഇവിടെ 950 കുട്ടികളോളം ഉണ്ട്. ഇത് ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുട്ടികളെ കൂടെ ഒക്കെ ഒന്ന് പറയണം. അടൂര് കുറച്ച് പ്രശ്നമുണ്ടെന്നാ പറയും. അല്ല, അടൂർ ഇവിടെ പ്രശ്നമൊന്നുമില്ല. അല്ല, ഇവിടെ അല്ല, ഈ സ്ഥലത്തല്ല. ഇവിടെ നമ്മൾ റാഗിംഗ് സ്കൂളിൻ്റെ റോഡ്, അങ്ങനെയുള്ള ചില സ്കൂൾ റോഡുകളിലൊക്കെ തന്നെ അപരിചിതര ആൾക്കാർ ഈ മയക്കുമരുന്നൊക്കെ വിതരണം ചെയ്യുന്നതാണ് അവിടുത്തെ പരാതി. അല്ല, ഇവിടെ റാഗിംഗ് ഫ്രീ, അവിടെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഒന്ന് റിപ്പോർട്ട് കിട്ടുന്നു. അതൊരു ഭാഗ്യം. ഒരു കോളേജിന് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം. അപ്പോൾ നമുക്ക് സാറിൻ്റെ ഒരു നമുക്ക് ലൈവായിട്ട് ഇത് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു മൈക്കിന്റെ ആവശ്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ ഓക്കെ. ഹലോ. അപ്പൊ ഇത് ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കാത്തത്. ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നോ? നിങ്ങളൊന്ന് സൈലന്റ് ആവും. സൈലന്റ്. ഇതെല്ലാം ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. നിങ്ങളുടെ മാനം പോവും. നിങ്ങൾ ബലം ഉണ്ടാക്കി. ഓക്കെ, സൈലന്റ് പ്ലീസ്. പഴയ അധ്യാപകന്റെ ആ റോളിലേക്ക് വരട്ടെ. സൈലന്റ് പ്ലീസ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ മൈക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾക്ക് പരീക്ഷ എടുക്കാണല്ലോ. അപ്പോൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി മൈക്ക് വെച്ചാൽ ശരിയല്ല. അപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ലഹരിക്കെതിരാണ്. ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ശ്രീകണ്ഠൻ നായർ, ഇത് പ്രജൻസി കണ്ണൻ, ഇത് അനുജ രാജേഷ്. ഞങ്ങളെല്ലാവരും വാർത്ത അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വാർത്ത അവതരിപ്പിച്ചു വാർത്ത കാണാറുണ്ടെന്ന് തോന്നുന്നു. ഏത് വാർത്തയൊക്കെ നമ്മൾ കാണാറുള്ളത്? നമ്മുടെ പേരെന്താ? നിങ്ങളുടെ വാർത്ത കാണാറുണ്ട്? നിങ്ങളെല്ലാവരും വാർത്ത കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ 14 ജില്ലകളിലൂടെ നമ്മളൊരു പ്രദർശനം നടത്തുകയാണ് കേട്ടോ. അപ്പോൾ മയക്കുമരുന്ന് നമ്മൾ അടൂർ വന്നപ്പോഴാണ് അറിഞ്ഞ പല സ്കൂളുകളുടെ വരാന്തകളും നിങ്ങളുടെ കോളേജിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത് ലൈവായിട്ട് ആളിൽ കാണുക. ഈ കോളേജിനെ കുറിച്ച് പറഞ്ഞോ. കോളേജിൽ പഠിക്കാൻ പറ്റി ഇവിടെ സന്തോഷമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും നല്ലോണം നടക്കാം. കോളേജ് പൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മുടെ ക്ലാസ്സിൽ കയറുന്ന പാർട്ടിയാണോ? ക്ലാസ്സിലൊക്കെ കയറും. അപ്പോൾ എങ്ങനെയുണ്ട് മോളെ? ഈ വഴി വല്ല അപരിചിതര ആൾക്കാരെ കണ്ടോ? അടൂരിലെ ചില സ്ഥലത്തൊക്കെ ഈ ലഹരിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കതെല്ലാം അവസാനിപ്പിക്കണം. കാരണം എന്താ പറയുക, ഈ MDMA എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം വാഴായി കിട്ടും. ഇത് പറയുന്നു. ഇതിനെക്കുറിച്ച് താങ്കൾക്കൊരു അഭിപ്രായം ഉണ്ടോ? ഓക്കെ, ഇതിനകത്ത് അഭിപ്രായം പറയാൻ ശക്തനാരാ? ഭയങ്കര വാചം അടിക്കുന്ന വീരനാരാ ഇവിടെ കോളേജിൽ? ആരെ? അപ്പോൾ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു സന്ദേശം നാട്ടുകാരോട് പറഞ്ഞ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് വരുന്നത്. ഇത് ഉപയോഗിച്ചാൽ നമ്മളെ ജീവിതം ഇതാവും. നാട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ടാക്കാണ്ട് ബിൽഡിംഗ് വന്ന് ചാടിച്ചാവാ. ഓക്കെ, നിങ്ങളൊന്നിച്ചിറങ്ങുമോ? ഈ ലഹരി മരുന്നിനെതിരായിട്ടൊരു പ്രചാരണ പരിപാടിയുമായിട്ടാണ് എല്ലാ ജില്ലകളിലും പോകും. മോളെന്താ പേര്? എവിടെയാ? മലപ്പുറത്ത് വന്നാ? അപ്പോൾ മോളൊരു കാര്യം ചെയ്യും. ആൾക്കാർ ലഹരി മരുന്ന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം നാട്ടുകാരോട് പറഞ്ഞു. ഇത് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. പെട്ടെന്ന് ചോദിച്ചാലേ പറയാൻ പറ്റും. അത് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ മെയിൻ SFI. ചേട്ടാ പറഞ്ഞു. കോളേജ് യൂണിയൻ സെക്രട്ടറി ആണോ? എന്താ പേര്? എൻ്റെ അമ്മ എന്നിട്ടാണ് മാറിക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനത്തെ കുറിച്ച് ഈ കോളേജ് യൂണിയന്റെ നിലപാടെന്താ? അല്ല, കോളേജിലും നമ്മൾ നേരത്തെ പരിപാടികൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ ലഹരി കോളേജിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള മുഴുവൻ രീതിയിലുള്ള പരിപാടികളും, ലഹരി വിരുദ്ധ ഒരു ക്യാമ്പസായിട്ട് ഈ ക്യാമ്പസിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എല്ലാ രീതിയിലുള്ള പരിപാടികളും പങ്കെടുപ്പിക്കുന്നു. ഈ കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല.
പേടിക്കല്ലേ, ലൈവായിട്ട് ആളിൽ കാണുക. അപ്പോൾ നിങ്ങൾ അടൂർ IHRD കോളേജിലെ കുട്ടികൾക്ക് പേടിയാന്ന് വരാൻ പാടില്ല. പറ മോളെ, ഇവിടെ ലഹരി മരുന്നിനെതിരായിട്ടൊരു ധാരണ ആൾക്കാർക്കുണ്ടോ? ലഹരി കഴിച്ചാൽ എന്തൊക്കെയാ പ്രശ്നം? തീർച്ചയായിട്ടും ഞങ്ങളെ കോളേജിൽ ലഹരി വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള ലഹരി ഞങ്ങളെ കോളേജിലില്ല. റാഗിങ് ഫ്രീയുമാണ് ഞങ്ങളെ കോളേജ് വരുന്നത്. അപ്പോൾ ലഹരി കഴിയുന്നത് എല്ലാവരും ഒഴിവാക്കുക, പകരം സംഗീതവും കലയും നമ്മളെ ലഹരിയായി മാറ്റുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചേച്ചിമാരൊക്കെ എന്താ സ്ഥലം വിട്ടത്? അത് ചെറിയൊരു ഫിയറാണ്. പരീക്ഷ എപ്പോഴാ? പരീക്ഷ 10 മണിക്കാണ്. 10 മണി പരീക്ഷയ്ക്ക് പോണ്ടേ? ഞങ്ങൾക്കില്ല, സീനിയേഴ്സിനാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തിട്ട് നമുക്ക് അല്ലേ, കാര്യം നമുക്ക് ഈ മൈക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന പല ഇവർ കേൾക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞൊക്കെ കേട്ടായിരുന്നോ നിങ്ങൾ? ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണില്ലേ, ഇതിൽ 24 ട്യൂൺ ചെയ്യുക, അല്ലെ 24 അല്ലെങ്കിൽ SKN40. അതപ്പോൾ അത് ലൈവായിട്ട് വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം, നമ്മൾ പറയുന്നത് കാണാം. അപ്പോൾ എല്ലാവരും SKN40 എടുത്ത് യൂട്യൂബിലെ വീഡിയോ SKN40. അപ്പോൾ നിങ്ങൾക്കിത് ഇവരിപ്പോൾ അഭിലാഷ് ഇത് കാണിച്ചു കൊടുത്ത് ഇവരെല്ലാവരും യൂട്യൂബ് എടുക്കാൻ പോവാ. യൂട്യൂബ് SKN40 എടുത്തോ? എടുത്തു. അപ്പോൾ ലൈവ് പോലെ, അപ്പോൾ ലൈവ് എല്ലാവരും അത് എടുക്കുക. എല്ലാവരും SKN40 യൂട്യൂബിൽ നിന്ന് എടുത്താൽ മതി. ലൈവായിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം. മൈക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും എടുത്തേ. എല്ലാവരും ഇത് കാണിച്ചേ, നിങ്ങളൊന്ന് കാണിച്ചേ. ഫുൾ സ്ക്രീനിൽ കാണിക്കും. കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഡേറ്റ സയൻസ് എഞ്ചിനീയറിംഗ്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രതിജ്ഞയിലേക്ക് പോവാം അല്ലേ? അതെ, നമുക്കൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയുണ്ട്. അപ്പോൾ ഭാവിയിലെ എഞ്ചിനീയർമാരാണ് ഇവരെല്ലാവരും. അല്ല, നമ്മളെന്തായാലും അടൂർ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. നമ്മളതിനുള്ള ഒരു ചുവടുവയ്പ് നടത്തി. നിങ്ങളെ ഇനി പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊന്നും ഈ ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ആരും സമീപിക്കത്തില്ല. കൂള് പോലുള്ള മിഠായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യത്തില്ല, ചോക്ലേറ്റുമായിട്ട് വരത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂലെടുക്കണം, ആട്ടി വിടണം, ഒരാളെ നേരെയാവാൻ സമ്മതിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇനി അനുവദിക്കാൻ പാടില്ല. അതിന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കും. ഈ പ്രതിജ്ഞ ലോകമെമ്പാടും ഇരുന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ ലൈവ് കാണാം. അപ്പോൾ ഈ ലൈവിൽ നമ്മൾ ഈ പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നു. ഇതിൽ നിങ്ങൾ അണിചേരുന്നു. കേരളത്തിൽ നമ്മൾ നടത്തുന്ന, സർക്കാരിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഈ സമരത്തിന് നിങ്ങൾ അണിചേരുന്നു. നമുക്ക് ലഹരി വേണ്ട, നമുക്ക് അക്രമം വേണ്ട. ലഹരി വഴിയാണ് കൊലക്കത്തി എടുക്കുന്നത്, അതറിയാലോ. അപ്പം നമുക്ക് ശബ്ദം നിങ്ങൾ ഉറക്കെ പറയുമല്ലോ, ഈ കാര്യം നിങ്ങൾ ഉറക്കെ പറയണം. എൻ്റെ ശബ്ദം പോയി കിടക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രതിജ്ഞ ലൈവായിട്ട് കാണുകയാണ്. എല്ലാവരും നെഞ്ചിൽ കൈവച്ചോളൂ. അതിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ യൂട്യൂബിൽ നോക്കാവൂ. ഓക്കെ. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം അടൂരിൽ ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സമ്പന്ന കേന്ദ്രമാകുന്നു എന്ന് സംശയം. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയെടുത്ത് തടയുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. മകളെ എന്താ പേര്? ഹെലിക്യാമിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് നമ്മുടെ ഡ്രോൺ ആചാര്യനാണ് അല്ലേ? ഡ്രോൺ ആചാര്യൻ. അപ്പോൾ ഈ ഹെലിക്യാമിലൂടെ ഈ അടൂർ IHRD കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണും. ഇവിടെയൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പരീക്ഷാ സമയം, അതാണ് നമ്മുടെ മൈക്കൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 വിത്ത് ഗുഡ് മോർണിംഗ്, co-presented by ലുലു ഗ്രൂപ്പ് ഇന്ത്യ, ഉജാല ഫാബ്രിക് കണ്ടീഷണർ, അതുപോലെ co-powered by MyG ഫ്യൂച്ചർ, സൈലം ലേണിംഗ് ആപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ.
അപ്പോൾ ഇവരൊക്കെയാണ് ഇത് കൂടാതെ കുറച്ചധികം പ്രായോജകരും നമുക്കുണ്ട്. അവരെല്ലാം വലിയ സഹകരണമാണ്. ഇവരൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് കേരളത്തിലുടനീളം ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രജയൻ, നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് കുറച്ച് അധ്യാപകരുണ്ട്. അധ്യാപകർ. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് രഞ്ജിത്ത്. കുറച്ചു കാലമായോ ഇവിടെ ആയിട്ട്? കുറച്ച് പരീക്ഷാ സമയം നമ്മൾ വന്ന സമയം മോശമല്ലേ? പിള്ളേർക്ക് ഞങ്ങൾക്കും പരീക്ഷയാണ്. കുട്ടികൾക്കൊരു അവബോധം ഉണ്ടോ ഇപ്പോൾ? കുട്ടികൾക്ക് പരീക്ഷ, ഞങ്ങൾക്ക് പരീക്ഷണവുമാണ്. അങ്ങനെയാണല്ലേ? അതെ. ഓക്കെ. താങ്കളോട് പഠിപ്പിക്കാനോ? ലാബിലാണ്. എന്താ പേര്? അപ്പോൾ രഞ്ജിത്ത്, ഇവിടെ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ വ്യാപനം അടൂരിൽ എങ്ങനെ? ഇവിടുത്തെ കോളേജ് ഓക്കെയാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. പൊതുവെ കുറവായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കുട്ടികളുടെ ഒരു അവബോധം ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു പരിപാടി വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. 24 ഇതിൽ ഇടപെട്ടതിൽ സമൂഹത്തിന് വളരെ പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ അധ്യാപകർ കയ്യിൽ ചൂരിലെടുക്കണം, അതുപോലെ അമ്മമാര് ചൂരിലെടുക്കണം. വീട്ടിൽ നിന്നും കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അടിക്കരുത്, പക്ഷെ വേണമെങ്കിൽ ചൂരിൽ കൈ വെക്കാമെന്ന് പറഞ്ഞു. കോളേജിൽ പോകുന്ന കുട്ടികളെയും സ്കൂളിൽ പോകുന്ന കുട്ടികളെയും രക്ഷകർത്താക്കൾ ഒന്ന് നിരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കോളേജിലും സ്കൂളിലും അധ്യാപകരും വീട്ടിൽ രക്ഷകർത്താക്കളെ നോക്കിയാൽ നേരെയാവും അല്ലേ? നേരെയാവും തീർച്ചയായും. ലഹരി വിമുക്ത പരിപാടി സാർ ഒരു ലഹരിയായി ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ലഹരിയാവും. ഞങ്ങളെ അവസാനത്തെ ആളിനെ നാട് കടത്തി അടങ്ങുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് പൊതുവെ ഇതിനുള്ള ഒരു അപ്രോച്ച് എങ്ങനെ? അടൂരിൽ ഇത്തിരി പ്രശ്നമുണ്ട്. ചെറുതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അതെങ്ങനെയാണെങ്കിലും തുടച്ചു മാറ്റപ്പെടേണ്ട കാര്യം തന്നെയാണ്. തുടച്ചു മാറ്റും നമ്മൾ അല്ലേ? നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, നമ്മൾ ഒന്നിച്ച് തുടച്ചു മാറ്റും. അപ്പോൾ സാറേ ഏത് പക്ഷേ പഠിപ്പിക്കുന്നത്? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എങ്ങനെയുണ്ട് സാറേ കോളേജൊക്കെ? കോളേജ് നല്ല കോളേജാണ്. ഇവിടെ നല്ല പിള്ളേരാണ്. ഗവൺമെന്റ് കോളേജിൻ്റെ ആയിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എത്ര കുട്ടികളുണ്ട് ഇവിടെ ഇപ്പോൾ? ഇവിടെ ഇപ്പം 900 കുട്ടികളോളം ഉണ്ട്. കുട്ടികളൊക്കെ ഓക്കെ ആണല്ലോ? കുട്ടികളൊക്കെ മാത്രമല്ല, ഇതിനെതിരെ ഞങ്ങൾ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ഉന്നത സ്ഥാപനമായ IHRD ഡയറക്ടർ പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്നേഹത്തോണെന്ന് പറഞ്ഞൊരു കൂട്ടയോട്ടം നടത്തിയായിരുന്നു. കൂട്ടയോട്ടം നടത്തിയത് സ്നേഹത്തോണം എന്നാണ് അതിൻ്റെ പേര്. റൺ അവേ ഫ്രം ദ ഡ്രഗ്സ് എന്നുള്ള ക്യാമ്പയിനുമായിട്ട് ഞങ്ങൾ IHRD 89 സ്ഥാപനങ്ങൾ നടത്തി. നമ്മുടെ അടൂർ എഞ്ചിനീയറിംഗ് കോളേജ് 3 സ്ഥലത്തായിട്ട് സ്നേഹത്തോണം നടത്തി. അടൂരും പത്തനംതിട്ടയും നടത്തി. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ വലതുഭാഗത്ത് നിൽക്കുന്ന ഈ ആളെ കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയോ? തോന്നിയില്ലല്ലോ. വിജയ് ഒരു എഞ്ചിനീയറാണ്, എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ആളാണ് അല്ലേ? അപ്പോൾ പ്രജയൻ 2 ചോദ്യം ചോദിച്ചത് സാർ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഏത് സെമസ്റ്ററിലാണ് ഇപ്പോൾ എക്സാം നടക്കുന്നത്? ഇപ്പം 4th സെമസ്റ്റർ തൊട്ട് 8th സെമസ്റ്റർ വരെയുള്ള എക്സാം നടക്കുകയാണ്. ഫസ്റ്റ് ഇയേഴ്സിന് ക്ലാസ് നടക്കുകയാണ്. ഇന്റേൺഷിപ്പ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് 3-4 കുട്ടികൾക്ക് ഇവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ? ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടോ ഇവിടെ? പ്ലേസ്മെന്റ് ഉണ്ട് ഇവിടെ. ആണെങ്കിൽ ഡ്രഗ്സ് ഫ്രീ ക്യാമ്പസ് ആണ്. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും വളരെയധികം നടക്കുന്നതൊന്നുമില്ല. എന്തൊക്കെ കൂട്ടായ്മകളുണ്ട് അവിടെ? ഉണ്ട്. നമ്മൾ വേണമെങ്കിൽ ക്യാമ്പയിന് നടത്തുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി സ്നേഹത്തോൺ നടത്തി. പിന്നെ അങ്ങനെ ആൻറ്റി റാഗിങ്ങിനെ കുറിച്ച് തന്നെ എപ്പോഴും അവയർനെസ് പ്രോഗ്രാം നടത്താറുണ്ട്. പിന്നെ നമ്മൾ ഹോസ്റ്റലിലെല്ലാം തന്നെ റാൻഡം ചെക്ക് നടത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നിട്ട് പറയുന്നതാണ് ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഈ കൾച്ചറൽ ആക്ടിവിറ്റീസോ അത്തരം കാര്യങ്ങൾക്ക് വളരെ കുറവാണെന്ന് പറയുന്നത്. അത് കൂടുതലാണ് ഇവിടെ, വളരെ കൂടുതലാണ്. ഇവിടുത്തെ കുട്ടികളെല്ലാം തന്നെ വളരെ ആക്റ്റീവാണ്. അതൊക്കെ സന്തോഷം. അനുജയ്ക്ക് പ്രിൻസിപ്പലിനോട് എന്തെങ്കിലും പറയാനോ? നമ്മൾ ഈ ക്യാമ്പസ് വിട്ടു പോകാനുള്ള സമയമാവുന്നു. അതെ, അപ്പം നമ്മൾ ഈ ലഹരിക്കെതിരായ ഒരു വലിയ പോരാട്ടത്തിലാണ്. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഈ സ്ഥാപനത്തിന്റെ മേധാവി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, ഇവിടെ നമ്മൾ റാഗിങ് ഫ്രീ ക്യാമ്പസാണ്. നമ്മളിവിടെ അങ്ങനെയുള്ള കേസുകളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോളേജിനകത്ത് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം അത് പങ്കെടുക്കും. ഇപ്പൊ ഇത്തരം ഈ ലഹരിക്ക് ഏറ്റവും കൂടുതൽ അടിപ്പെടുന്നത് കുട്ടികളാണോ എന്നുള്ളത് ഇപ്പൊ ഇവിടെ ഇല്ല എങ്കിൽ പോലും വിദ്യാർത്ഥികൾ ഒരുപാട് ഇതിന് അടിമകളാകുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഞങ്ങളൊരു ബോധവൽക്കരണം നടത്തിയായിരുന്നു. IHRD ഹെഡ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ഒരു പല കോളേജ് കേരളത്തിലെ പല സെൻറ്റർ ഉൾപ്പെടെ നടത്തിയായിരുന്നു. ഇവിടെ നമ്മൾ അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 3 സെൻറ്ററിൽ പ്രോഗ്രാം നടത്തിയായിരുന്നു. അതിന് കൂട്ടയോട്ടവും അങ്ങനെയുള്ള അവബോധങ്ങൾ അതെല്ലാം നടത്തിയായിരുന്നു. എന്തായാലും അങ്ങേക്ക് എങ്ങനെ എന്താ ഈ കുട്ടികളോട്? ഇത് ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, ലോകത്തിൻ്റെ പല സ്ഥലത്തും ഇരുന്ന് എഞ്ചിനീയറിംഗ് അല്ലാത്ത കുട്ടികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഈ ലഹരി വ്യാപനം നമ്മുടെ കേരളത്തിൽ ഒരു വാർത്തയാകുന്നു. ലഹരി ഉപയോഗത്തിൽ നിന്ന് ഓടി അകലുക എന്നുള്ളതാണ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ലഹരി മാഫിയയും അങ്ങനെയുള്ള സംഘങ്ങളോട് എതിർക്കാനുള്ള ബലം നമുക്കില്ല. നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ സാന്നിധ്യം കാണുമ്പോൾ അതിൽ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കി അതിൽ നിന്ന് ഓടി അകലുക. ഓക്കെ, അതാണ്. അപ്പോൾ ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചറെ സുഖമാണോ? ടീച്ചറുടെ പേരെന്താ? ടീച്ചറല്ല, ലാബ് സ്റ്റാഫാണ്. കാര്യം പെൺകുട്ടികളെ നോക്കിക്കൊള്ളണം. കാര്യം യൗവരെ കണ്ണു വയ്ക്കുന്ന പെൺകുട്ടികളെ നമുക്ക് വളരെ സ്പെഷ്യൽ ഒരാളുണ്ട്. നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട്
ഒരാളാണ്, ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷേ ഈ മുഖം ഒന്ന് ക്യാമറ കാണിച്ചു. നമ്മുടെ ഡെസ്കിൽ ഒരു പക്ഷേ ഇരുന്ന് ഒരാൾ ഇത് കാണുന്നുണ്ടാവും, അയാളെ ഞെട്ടിക്കാണും. അത് ഗോകുൽ രവിയാണ്. ഗോകുൽ രവിയുടെ അമ്മയെ പോലെ തന്നെ താൽക്കാലികമായിട്ട് പഠിപ്പിച്ച പുള്ളിക്കാരൻ എന്റെ മോളും പഠിപ്പിച്ചു. ഞാൻ അമ്മയെ തിരക്കി കിടക്കുമായിരുന്നു. അതല്ല, അതുകൂടാതെ എന്റെ മോടെ കൂടെ പഠിച്ചതാ. ഓ ശരി. അപ്പൊ അമ്മയുടെ പേരെന്താ? എന്റെ പേര് വിലാസിനി. അപ്പൊ ഗൂഗിൾ രവിയൊക്കെ മിടുക്കനായിട്ട് അവിടെ സൂപ്പറായിട്ട് വാർത്ത വായിച്ചു കാണുന്നുണ്ടല്ലോ. ഏത് വിഷയം പഠിപ്പിച്ചത്? ഞാൻ അംഗൻവാടി ഓക്കെ, അംഗൻവാടി അതാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളൊക്കെ പോവാണ് കേട്ടോ. ഓക്കെ, റെഡിയല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങളെല്ലാം ശക്തമായി നിന്നോണ്ട് നിങ്ങളുടെ കൂടെ ഒക്കെ നമ്മളുണ്ട്. അപ്പൊ നിങ്ങൾ റെഡി? അപ്പൊ ഓക്കെ റെഡി. ഇനിയിപ്പോ നമുക്ക് അടൂർ IHRD കോളേജ് ബെഞ്ചിനെ വിട്ടുപോകാൻ സമയമാകും. അപ്പോ പ്രിൻസിപ്പൽ സാറിന് റൂമിൽ വെക്കാൻ വേണ്ടി ഒരു സാധനം. അപ്പോൾ ഇത് നമ്മൾ ഇതിലേതെങ്കിലും ഒരു വിദ്യാർത്ഥി കൊടുക്കാൻ ഞാൻ താങ്കൾ വെച്ചോളൂ. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കാം. മോള് കൊണ്ട് നടന്നു. ശരി. ഓക്കെ, അപ്പം നമ്മൾ ഇനി കുറേ കൂടെ കപ്പ് പിന്നെ ഞങ്ങൾ എത്തിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ വിഷമിച്ച് നിൽക്കണ്ട. അപ്പം നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമുക്ക് അത് പറയിപ്പിക്കാം. അത് നമുക്കിനി നമ്മളിനിയും ഇത് തുടരുകയാണ്. ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ആരാധിച്ചെടുത്തോണം. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ അറിയണ്ട, നിങ്ങളൊക്കെ നേരിട്ട് ഇനി അറിയണ്ട. ഇങ്ങടാ അടുത്ത എന്നെ തുള്ളി പറിച്ചോണ്ട് പോയനെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇവരുടെ മുദ്രാവാക്യം ഈ നമ്മുടെ എലിക്കാം നോക്കി എന്ന് പറഞ്ഞ് എന്റെ കേരളം, എന്റെ അഭിമാനം, അരുത് അക്രമം, അരുത് ലഹരി. നമ്മൾ വി ആർ വൈൻഡിങ് അപ്പ് ഫ്രം IHRD കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ. ഗുഡ് ബൈ.